കൃപാസനം പത്രം സെപ്റ്റംബർ 2025 പാർട്ട് 2. ശ്രീ ആർ വിജയകുമാറിന്റെ സന്ദേശം. ഉടമ്പടിയുടെ വാഗ്ദാനത്തിലുള്ളതാണ് നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത്. ഉടമ്പടി എന്നത് നിങ്ങളും ദൈവവുമായുള്ള ഒരു ബന്ധമാണ്. 2 കൊറിന്തോസ് 5:17. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അതൊരു ബോധ്യമാണ്. ജോഷുവ 24:14. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൊന്നാണ് നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മത്തായി 6:8. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. ബൈബിൾ വചനത്തിലുള്ളത് ഒന്ന് വാഗ്ദാനവും ഒന്ന് കൽപ്പനയുമായിരിക്കും. ഈ ശക്തി വഴിയാണ് നമുക്ക് ഈ വാഗ്ദാനങ്ങൾ നിറവേറുന്നത്. ശരീരത്തിലാണെങ്കിൽ അത് സൗഖ്യവും, ജീവിതത്തിലാണെങ്കിൽ അത് അനുഗ്രഹവും, ആത്മാവിലാണെങ്കിൽ അത് കൃപയുമായിട്ട് മാറും. അപ്പോൾ വചനത്തിനകത്ത് ഒളിച്ചിരിക്കുന്നത് വാഗ്ദാനവും കൽപ്പനയുമാണ്. നിങ്ങൾ അരമണിക്കൂർ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാമുള്ള ഉത്തരം ബൈബിളിലുണ്ടാകും. അത് വാഗ്ദാനങ്ങളായിട്ടുണ്ടാകും. റോമ 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഞാൻ കോയമ്പത്തൂർ ഹൗസിംഗ് പ്ലോട്ട് സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലം ഒരു പയ്യന് കൊടുത്തിട്ട് വീട് വച്ചിരിക്കുകയാണ്. അവന് കുറച്ച് റൗഡിസം ഒക്കെയുണ്ട്. എന്റെ സൂപ്പർവൈസർ വന്നിട്ട് അവിടെ റോഡ് ഇടാൻ അവൻ സമ്മതിക്കുന്നില്ല. ആ സ്ഥലത്ത് വേസ്റ്റ് വെള്ളം പോകാൻ ഒരു ടാങ്ക് ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. റോഡ് ഇട്ടില്ലെങ്കിൽ അപ്പുറത്തുള്ള പ്ലോട്ട്സ് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഈ പയ്യനും അവന്റെ അച്ഛനും കൂടി കമ്പിപ്പാര എടുത്ത് റോഡിടാൻ ചെന്നവരെ കുത്താൻ ഒരുങ്ങി. എന്നെയും കുത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കമ്മീഷൻ ഓഫീസിലുള്ള പരിചയം വെച്ച് വിളിച്ചപ്പോൾ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്, അവനെ ഉടനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാം എന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് ഏറ്റവും വലിയ ബന്ധമുള്ള ഈശോയോട് ചോദിച്ചു. അപ്പോൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനാണ് പറയുന്നത്. ഞാൻ അവനെ ഫോണിൽ വിളിച്ചപ്പോൾ എന്നെ ചീത്ത വിളിച്ചു. ഞാൻ പറഞ്ഞു, നീ ദേഷ്യപ്പെടരുത്, എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു. അവൻ കുറെ ന്യായങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ ടാങ്ക് പോകരുത്, അത്രയല്ലേ പ്രശ്നമുള്ളൂ, ഞാൻ പൈപ്പിട്ട് തരാമെന്ന് പറഞ്ഞു. പൈപ്പിടാൻ കുറെ കാശാകുമെന്ന് പറഞ്ഞപ്പോൾ പൈപ്പ് ഞാൻ ഇട്ടു തരാമെന്ന് പറഞ്ഞ് പൈപ്പ് ഇട്ടുകൊടുത്തു. ഇപ്പോൾ അവൻ നിന്നാണ് അവിടെ വർക്കെല്ലാം നോക്കി നടത്തുന്നത്. ഇപ്പോൾ അവൻ നമ്മളുമായി സ്നേഹത്തിലാണ്. ഇതാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. മത്തായി 9:13. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ചില പ്രതികൂല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. പുറപ്പാട് 20:24. എന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും.